السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله وحده. الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയ നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ് കാലഘട്ടത്തിൽ ഒരു പരിശുദ്ധ റമളാൻ കൂടി പുൽകുവാനുള്ള തൗഫീഖ് ലഭിച്ചവരാണ് നാം. ഓരോ വിശ്വാസികളും ഈ റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും വളരെ ശ്രദ്ധയോടെ ഇബാദാത്തുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ റമളാൻ കടന്നു വന്നപ്പോൾ നാം ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ദിക്റുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് കൃത്യമായി ഓർക്കുവാനും അവൻ്റെ സ്മരണകളിലൂടെ ജീവിക്കുവാനും ശ്രദ്ധിച്ചു എന്നുള്ളത്. ഇവിടെ ദിക്റുള്ള എന്നുള്ളതിന് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ ഏറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധ റമളാനിലായാലും അല്ലാത്ത സന്ദർഭങ്ങളിലായാലും നമ്മുടെ ജീവിതത്തിലുടനീളം ദിക്റുള്ള ഉണ്ടായിരിക്കണം. രണ്ട് നിലക്ക് നാം ഇതിനെ മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും ഓർക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നാം വിശ്വാസി എന്ന നിലയിൽ ഇടപഴകുമ്പോൾ അള്ളാഹുവിനെ കൃത്യമായി ഓർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ കച്ചവട രംഗങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് കച്ചവടം ചെയ്ത് ധനമുണ്ടാക്കുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ രഹസ്യമായ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ ഓർത്ത് അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ അവനെ ഓർത്ത് അവൻ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ പ്രവാചകനെ കൃത്യമായി അനുസരിച്ച് നാം ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള മോചനം, അതിനൊക്കെ ഉപരി ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കറിയാം, ബദറിൻ്റെ വേള 1000-ഓളം വരുന്ന മുശ്രിക്കീങ്ങൾക്ക് മുമ്പിൽ 300-ൽ പരം വരുന്ന സ്വഹാബാക്കൾ പ്രവാചകന്റെ പിന്നിൽ പാറ പോലെ, ഒരു മനസ്സിൽ ഒരു പ്രയാസമോ ഒരു ടെൻഷനോ ഇല്ലാതെ പാറ പോലെ അടിയുറച്ചു നിന്നത് അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ്. ഏതാണ് ആ വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് ജീവിച്ചാൽ, എന്നെ ശുക്ർ ചെയ്ത് ജീവിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തുമെന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമാണ് അവിടെ അവർക്ക് വളരെ ശ്രദ്ധേയമായത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും നിങ്ങൾക്കാവശ്യമുള്ള സമയങ്ങളെല്ലാം കൃത്യമായി ഓർക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വശമായി ദിക്റുള്ളയിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാവുകൾ സദാസമയം അള്ളാഹുവിനെ ഓർത്തുള്ള ദിക്റുകളിലൂടെ ആയിക്കൊണ്ടിരിക്കണം. ഒരു അഅറാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടന്നു വന്ന് ശരീഅത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ട് സദാസമയം നനഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 ദിക്റുകളുണ്ട്. അതേതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സദാസമയം നാം ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകളിലൂടെ ഒരുപാട് നേട്ടങ്ങളും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 100 നന്മ ലഭിക്കുന്ന, 100 തിന്മ പൊറുക്കപ്പെടുന്ന, 10 അടിമകളെ മോചിപ്പിക്കുന്ന, സ്വർഗത്തിലെ നിങ്ങൾക്ക് നിധിയായി നിങ്ങളുടെ കൂടെയുണ്ടാകുന്ന, നന്മയുടെ തുലാസ് കനം തൂക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സഫലീകരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്റുകൾ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ യാത്രകളിലുമെല്ലാം അള്ളാഹുവിനെ ഇത്തരത്തിൽ ഓർക്കുന്നവരായി നമ്മുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
അവിടെ നമുക്ക് വലിയ വിജയമുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിലായാലും പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളിലായിരുന്നാലും അള്ളാഹുവിനെ കൃത്യമായി ഓർത്ത് ദിക്റുള്ള നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. ഒരിക്കൽ മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് ഒരു വേവലാതി പറയുകയാണ്. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നറിയോ? എൻ്റെ മനസ്സിന് വല്ലാത്ത കാഠിന്യമാണ്. അവിടെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുത്തത് അദിബുഹു ബിദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നിന്റെ കാഠിന്യത്തെ പൊടിച്ചു കളഞ്ഞേക്ക് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയ വിശാലത ലഭിക്കാൻ, കുടുംബത്തിൽ സമാധാനം ലഭിക്കാനെല്ലാം ഈ ദിക്റുള്ള ഉപകാരപ്പെടുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നല്ല മനസ്സുള്ളവരായി തീരാൻ, അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുന്നവരായി തീരാൻ, അള്ളാഹുവിൽ കീഴൊതുങ്ങിത്തീരാൻ ഈ ദിക്റുള്ളയിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞാലുള്ള ജീവിതത്തിലും കൃത്യമായി അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ, അള്ളാഹുവിനെ കുറിച്ച് ദിക്റുകൾ ചൊല്ലി നല്ല രൂപത്തിൽ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുള്ള ഒരവസരമാക്കി ഈ പരിശുദ്ധ റമളാനിനെ നാം മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന, ദിക്റുള്ളയിലൂടെ ജീവിക്കുന്ന നല്ല മുഅ്മിനുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.